ഹലോ ഫ്രണ്ട്സ്, കളേഴ്സ് ആൻഡ് ഐഡിയാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു DIY വെർട്ടിക്കൽ ഗാർഡൻ വിത്ത് അക്വേറിയം വീഡിയോ സീരീസാണ്. കഴിഞ്ഞ വീഡിയോയിൽ വെർട്ടിക്കൽ ഗാർഡൻ്റെ സ്റ്റാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. ഈ വീഡിയോയിൽ അതിൽ ചെടി നടുന്നതും അതിൻ്റെ ഓട്ടോമാറ്റിക് വാട്ടറിംഗ് സെറ്റപ്പും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ ചെടി നടാൻ വേണ്ടി ഹൈഡ്രോ സ്റ്റോൺസ് ആണ് ഉപയോഗിക്കുന്നത്. ആദ്യമായി ഹൈഡ്രോ സ്റ്റോൺസ് നന്നായി കഴുകിയെടുക്കണം. അതിലെ പൊടിയും ചെളിയെല്ലാം നീക്കിയതിന് ശേഷം മാത്രമേ നമ്മളിതിൽ ഉപയോഗിക്കാവൂ. അതിനുവേണ്ടി ഇത് വെള്ളത്തിലിട്ട് വൃത്തിയായി കഴുകിയെടുക്കണം. ഹൈഡ്രോ സ്റ്റോൺസ് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾക്കിത് ചട്ടിയിലേക്ക് നിറച്ച് കൊടുക്കാം. നമ്മൾക്കിനി ഇതിലേക്ക് നടാനുള്ള ചെടികൾ എടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നതെല്ലാം ഇൻഡോർ വെറൈറ്റി ചെടികളാണ്. ഇതൊരു ഇൻഡോർ വെർട്ടിക്കൽ ഗാർഡൻ ആയതിനാൽ തന്നെ ഇൻഡോർ വെറൈറ്റി ചെടികളാണ് നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് ചെടികളുടെ മണ്ണ് കളഞ്ഞെടുക്കണം. ഇതിനായി ചെടികൾ ചട്ടിയിൽ നിന്ന് പുറത്തെടുത്തതിന് ശേഷം അതിലെ മണ്ണ് വളരെ സൂക്ഷിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്. ഇതിലെ മണ്ണ് നീക്കം ചെയ്യുമ്പോൾ വേരുകൾ ഒടിഞ്ഞു പോകാതെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. മണ്ണ് കുറച്ച് നീക്കിയതിന് ശേഷം നമ്മൾക്കിത് വെള്ളത്തിലിട്ട് വൃത്തിയായി കഴുകിയെടുക്കണം. ഇത് കഴുകിയെടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. വേരുകൾ പൊട്ടിപ്പോകാതെ നോക്കണം. അതുപോലെ മണ്ണ് തീരെ വേരിൽ ബാക്കി വരാതെ മൊത്തം വൃത്തിയായി കഴുകിയെടുക്കണം. എല്ലാ ചെടികളും ഇതുപോലെ നമ്മൾ വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. വേരിലെ എല്ലാ മണ്ണും എല്ലാം കഴുകിയെടുത്ത് വൃത്തിയാക്കി. ഇനി നമ്മൾക്ക് ഈ ചെടികൾ ചട്ടിയിലേക്ക് നട്ടു കൊടുക്കാം. ചെടി ചട്ടിയിൽ വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് ഹൈഡ്രോ സ്റ്റോൺസ് വേരിന് മേലെ വരുന്നത് പോലെ ഇട്ട് കൊടുക്കാം. ചട്ടിയിൽ നമ്മൾ കുറച്ച് ഹൈഡ്രോ സ്റ്റോൺസ് ആദ്യം തന്നെ ഇട്ടിരുന്നു. അതിൻ്റെ മേലെയാണ് ഈ ചെടികൾ വെക്കുന്നത്. ചെടികൾ വെച്ചതിന് ശേഷം വീണ്ടും ആ വേര് മറയുന്ന രീതിയിൽ നമ്മൾക്ക് ഹൈഡ്രോ സ്റ്റോൺസ് ഇതിൽ നിറച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാ ചെടികളും ഇതുപോലെ ചട്ടിയിലേക്ക് നട്ട് കഴിഞ്ഞു. ഇനി ചട്ടികളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന സെറ്റപ്പ് നമ്മൾക്ക് ചെയ്യാം. ഇതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 ഇഞ്ച് സൈസുള്ള ഹോസാണ്. ഹോസിലേക്കൊരു ടീ വെച്ച് കൊടുത്ത് ഹോസ് ക്ലിപ്പ് കൊണ്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. 2 വരി ചട്ടി തൂക്കിയിട്ടിരിക്കുന്ന 2 ഹോസ് കൊടുക്കുന്നതിനാണ് ഈ ടീ നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്യുന്നത്. ഇനി ടീയുടെ 2 വശത്തിലും നമ്മൾക്ക് ഓരോരു ചെറിയ ഹോസ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഹോസുകളും നമ്മൾക്ക് ഹോസ് ക്ലിപ്പിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഹോസ് ക്ലിപ്പിട്ട് ടൈറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഈ ഹോസ് സ്റ്റാൻഡിൻ്റെ മേലെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഒരു ക്ലിപ്പ് വെച്ച് നമ്മൾക്കിതിവിടെ ഫിക്സ് ചെയ്യാം. വെള്ളത്തിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളിതിൻ്റെ അറ്റത്തെ വാൾവ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പമ്പിൽ തന്നെ ഫ്ലോ കൺട്രോൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരില്ല. നമ്മളിവിടെ ഉപയോഗിച്ച പമ്പിൽ ഫ്ലോ കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട് നമ്മളിതിൻ്റെ അറ്റത്തെ വാൾവ് വെച്ച് കൊടുക്കുന്നു. ഹോസ് സ്റ്റാൻഡിൽ നിന്ന് ഇളകി പോകാതിരിക്കാൻ കേബിൾ ടൈ വെച്ച് നമ്മൾ ഹോസ് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി നമുക്ക് പമ്പ് ഫിക്സ് ചെയ്യാം. ഇതിൽ നമ്മൾ 18 വാട്ടിൻ്റെ ഒരു സബ്മേഴ്സിബിൾ പമ്പാണ് യൂസ് ചെയ്യുന്നത്. പമ്പ് നമ്മൾക്ക് അക്വേറിയത്തിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി പമ്പിൻ്റെ നോസിലേക്ക് നമ്മൾക്ക് നമ്മുടെ ഹോസ് ഫിക്സ് ചെയ്യാം. പമ്പ് അനങ്ങാതിരിക്കാൻ വേണ്ടി ഒരു സക്ഷൻ കപ്പ് കേബിൾ ടൈ വെച്ച് പമ്പിൽ കെട്ടിക്കൊടുത്താണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പമ്പ് നമ്മൾ കണക്റ്റ് ചെയ്യുന്നത് ഒരു ടൈമർ സോക്കറ്റിലേക്കാണ്. ഈ ടൈമർ സോക്കറ്റിൽ നമ്മൾക്ക്
നമ്മൾക്ക് ആവശ്യമുള്ള പോലെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സെറ്റ് ചെയ്യുന്ന ടൈമിനനുസരിച്ച് മാത്രമേ ഈ പമ്പ് ഓണും ഓഫും ആവുള്ളൂ. ഈ ടൈമറിൽ നമുക്ക് 10 ടൈം സെറ്റിങ്സ് വരെ ചെയ്യാൻ പറ്റും. വീക്ക്, ഹവർ എല്ലാ സെറ്റിങ്സും ഉണ്ട്. അപ്പോൾ ഒരാഴ്ചയിൽ ഏതെല്ലാം ദിവസം ഏതെല്ലാം സമയത്ത് ഓണാവണം എന്ന് നമ്മൾക്ക് നമ്മുടെ ആവശ്യം പോലെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായി ഓണും അതിനുശേഷം ഓഫും ആവും. ഈ ടൈമർ വെക്കുന്നതുകൊണ്ട് നമ്മൾക്ക് ചെടികൾക്ക് വെള്ളമൊഴിക്കാൻ മറന്നു പോകുന്നതിൻ്റെ പ്രശ്നമില്ല. അതുപോലെ തന്നെ നമ്മൾ സ്ഥലത്തില്ലെങ്കിലും ചെടികൾക്ക് അതിൻ്റെ സമയത്ത് ആവശ്യത്തിന് വെള്ളം ലഭിക്കുകയും ചെയ്യും. നമ്മൾക്ക് പമ്പ് ഓൺ ചെയ്ത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൽ കാണുന്ന പോലെ വെള്ളം ഓരോ ചട്ടിയിൽ നിന്നും താഴേക്ക് വന്ന് അക്വേറിയത്തിലേക്ക് തന്നെ തിരിച്ചെത്തും. ഇതിൽ അക്വേറിയം സെറ്റ് ചെയ്യുന്നത് അടുത്ത പാർട്ടായി ഇനിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വീഡിയോൻ്റെ അടുത്ത ഭാഗത്തിനും ഇതുപോലുള്ള നല്ല വീഡിയോസിനുമായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.